ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കോമൺ വാഷ് ബേസിൻ ചെയ്യാറുണ്ട്. കോമൺ വാഷ് ബേസിൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഹാഫ് പെഡസ്റ്റൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പ് കൊടുത്തിട്ട് ചെയ്യാം. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സെറയുടെ ടേബിൾ ടോപ്പ് ബേസിനാണെന്ന് പരിചയപ്പെടുന്നത്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ കൊടുത്തിരിക്കുന്ന MRP കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. അതായത് നമ്മൾ അതിൻ്റെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ മാത്രമാണ് വരുന്നത്. 5250 അതിൻ്റെ വാഷ് ബേസിൻ മാത്രം വരുന്നത്. ടാപ്പിന് എക്സ്ട്രാ വരുന്നുണ്ട്, വേസ്റ്റ് ടേബിളിങ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് നമ്മൾ ഫിറ്റിംഗ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാണ് ആ വാഷ് ബേസിൻ വന്നത്. വാഷ് ബേസിൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു കൗണ്ടർ ടോപ്പ് അടിച്ചിരിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാഷ് ബേസിൻ്റെ താഴെ നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് സിലിക്കോണിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് MCയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വൈറ്റ് MCയിൽ വാങ്ങിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തെന്നി മാറാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കഴുകുന്ന വെള്ളം എങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ലീക്കായി താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഷ് ബേസിൻ്റെ താഴെ ആ ഗ്രാനൈറ്റ് വാഷ് ബേസിന് ഇരിക്കുന്ന ഏരിയയിൽ നമുക്ക് MCയിലോ വൈറ്റ് MCയിലോ അല്ലെങ്കിൽ നമുക്ക് സിലിക്കോണോ കൊടുക്കാം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടാപ്പ് കൊടുത്തിരിക്കുന്നത് പില്ലർ കോക്ക് രീതിയിലാണ് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും, ഇത് നമുക്ക് പല മോഡൽ അവൈലബിൾ ആണ്. നമുക്ക് ഹൈറ്റ് കൂടിയ ടൈപ്പ് ഉണ്ട്, കുറച്ചുകൂടി കൂടിയ ടൈപ്പ് ഉണ്ട്, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ അതായത് അര ഇഞ്ചാണ് സാധാരണ അതിൻ്റെ ടാപ്പ് ഉറപ്പിക്കുന്ന ലെങ്ത്ത് വരാറ്. അതിൻ്റെ കറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ ഗ്രാനൈറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റിൽ ഉറപ്പിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിരിക്കും. കാരണം ഫുൾ സ്ട്രെങ്ത്തിൽ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റബിളിങ് കാര്യങ്ങളൊക്കെ പോകുന്ന കറക്റ്റ് തുള. ഇങ്ങനെ രണ്ട് ഹോളുകളാണ് നമുക്ക് വേണ്ടത്. ഗ്രാനൈറ്റുമേ വേസ്റ്റബിളിങ് ഇടാനുള്ള താഴേക്കുള്ള ഹോളും പിന്നെ അതുപോലെ ടാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഹോളുമാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പിന് കണ്ടാൽ കുറച്ച് അതിൻ്റെ ആ പ്രൊജക്ഷൻ നിങ്ങൾക്ക് ടാപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കി സെലക്ട് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാപ്പിൻ്റെ പുറത്തേക്ക് വരുന്ന ഔട്ട്ലെറ്റ് കുറച്ചുകൂടി ചരിവ് കൂടുതലുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് വേസ്റ്റ് ടേബിളിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മോഡലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മോഡലാണ് ഈ ടാപ്പ് വന്നിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പുതിയ മോഡലുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു ടാപ്പാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചരിവ് കുറച്ചുകൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ മാക്സിമം വേസിനോട് അടുപ്പിച്ച് വെച്ചിട്ടും അതിൻ്റെ ചെറിയൊരു ലെങ്ത്ത് സെൻറ്ററിലല്ല, ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ടാപ്പിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നതൊന്ന് സെലക്ട് ചെയ്യുക, കുറച്ചുകൂടി ചരിവ് കൂടുതൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളം നമ്മൾ പുറത്തു നിന്ന് വാഷ് ബേസിന് കഴുകുന്ന സമയത്ത് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വീഴുന്ന സമയത്ത് താഴെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ലീക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ലീക്കാന്ന് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MCയിൽ അതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. അതായത് ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാത്ത രീതിയിൽ, എന്നാൽ MCയിലോ അല്ലെങ്കിൽ സിലിക്കോണോ അതിൻ്റെ സൈഡുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളം തന്നെ താഴേക്ക് വരുന്നതല്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.